ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന എല്ലാ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. സങ്കീർത്തനം 16-ന്റെ വാക്യം, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അതെ, ഇന്ന് വൈകിയ സമയം നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് ആരാധന കരേറ്റുവാൻ, കർത്താവിന് സ്തുതി കരേറ്റുവാൻ തക്കവണ്ണം നമുക്ക് കിട്ടിയൊരവസരം. നമുക്ക് ചേർന്ന് കർത്താവിന് നന്ദി കരേറ്റാം. അതെ, നമുക്കൊരുമിച്ച് പറയാം, കർത്താവേ, നീയല്ലാതെ എനിക്കൊരു നന്മയുമില്ല. ആ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് വൈകിയ സമയം ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് സ്റ്റെഫിൻ പി രാജേഷും പാസ്റ്റർ സാമുവലും ചേർന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. അവരോട് കൂടെ ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പച്ചമേച്ചിൽ ഞങ്ങളെ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നൽകിടുന്ന കർത്താവ്. ഹല്ലേലൂയ. അന്ധകാരമാകുന്ന ഈ ലോകയാത്രയിൽ നമുക്ക് വേണ്ടി വഴികാട്ടിയായി തീർന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. നല്ല ദൈവനെ, ഞങ്ങളെല്ലാവരെയും നല്ലൊരാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലണം. എല്ലാവർക്കും അറിയാത്ത ഗാനമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എവിടെയാണെങ്കിലും ഞങ്ങളോട് ഒരുമിച്ച് ഈ വരികൾ പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ദേവനെ, ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനെ, ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ, മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. നല്ല ദേവനെ, നല്ല ദേവനെ, ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനെ, ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ.
യാത്രയിൽ അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനേ, നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല ദേവനേ, നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. മാടും നോകിലിൽ നീ വീടും നീ ഞാൻ ചൊന്നു പാടിയാട്ടെ. മാടും നോകിലിൽ നീ വീടിൻ നീ ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതെ. ചേർന്നത് പാടിയാട്ട്. പ്രവാഹമേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതെ. എൻ പാപം അനേകം കറയധികം, എൻ പാപം അനേകം കറയധികം. ഞാൻ വീട്ടിടും കണ്ണു കൈപ്പേറിയതാ. എൻ പാപം അനേകം കറയധികം. ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാ. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. പ്രവാഹമെന്മേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണം. ചേർന്നത് പാടിയാട്ടെ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണം. പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. ഹല്ലേലൂയ. സന്തോഷമുള്ള കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ പാടി നമ്മൾ ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, നിൻ മഹാ സ്നേഹം അതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ അനേക സ്നേഹങ്ങൾ നമ്മുടെ മുൻപിൽ ഓടിയെത്തും. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ, കർത്താവിൻ്റെ കൃപയേക്കാൾ, കർത്താവിൻ്റെ ആ മാന്യതയേക്കാൾ വലിയൊരു സ്നേഹം ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആ ക്രൂശിൽ യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി ആ സ്നേഹം മുഴുവൻ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്ന കർത്താവിനെ ഒരുമിച്ച് നമുക്ക് കരങ്ങളെ അടിച്ച് ആരാധിക്കാം. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരം. ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവമേ, നിൻ മക സ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ, നിൻ മക സ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ, ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ചേർന്ന് പാടിയാണ്. എന്തതിശയമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ബോധമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരും. ബോധമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരും. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. അവൻ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാൻ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാൻ. സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ. സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ. എന്തതിശയമേ ദൈവത്തിൻ
അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഒരു മിനിറ്റ് കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. രോഗശൈലിയിൽ വലിയ വലിയ ഭാരങ്ങൾ നമ്മൾ നേരിടുമ്പോൾ, ഹല്ലേലൂയ, വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോൾ, മാറാത്ത നല്ല സഖി നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. മറ്റാരും നമ്മെ തള്ളിക്കളഞ്ഞാലും, ഹല്ലേലൂയ, മറ്റാരും നമ്മെ ഉപേക്ഷിച്ചാലും, മാറാത്ത സ്നേഹം നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ച്, ഹല്ലേലൂയ, കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം മതി, മറ്റാരുടെ ഹിതം ഞങ്ങൾക്ക് വേണ്ട, ഈ ലോകത്തിന്റെ ഹിതമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ബന്ധുക്കളുടെ ഹിതമൊന്നും ഞങ്ങൾക്ക് വേണ്ട, കർത്താവ് അങ്ങയുടെ ഹിതം മാത്രം മതി. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ. ചെന്നത് പാടിയട്ടെ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ ഇവിടെയാക്കി നല്ല കൃപയ്ക്ക് നന്ദി പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി. ഹല്ലേലൂയ. മറ്റൊരു ഹിതമോ ഞങ്ങളുടെ ഹൃദയത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ കർത്താവേ മറ്റാരും കൊണ്ടുവരുവാൻ ഇടയാക്കൽ. കർത്താവിൻ്റെ ഒത്തവണ്ണം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നു. വചനം ഞങ്ങൾ കേൾക്കാൻ പോവുകയാണ്. വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇത്രയും സമയം നമ്മൾ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുകയായിരുന്നു. ഇനി അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വചനവുമായി നമ്മുടെ മുൻപാകെ വന്നിരിക്കുന്നത് പാസ്റ്റർ ബിനു ജോസഫ് വടശ്ശേരിക്കരയാണ്. നല്ല വചനങ്ങൾക്കായി കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഓവർ ടു പാസ്റ്റർ ബിനു ജോസഫ് വടശ്ശേരിക്കര. താങ്ക് യു സോ മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദിയും സ്തോത്രവും പറയുന്നു. ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം നമ്മെ ഒരുക്കി വിശ്വസ്തതയ്ക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ പ്രചോദനം പകരുന്നതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക്
ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഗോത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ജനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് കാലേബ്. കാലേബിനെ കുറിച്ച് വ്യത്യസ്തമായ ഒരു വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്നു, ഹി ഈസ് എ മാൻ വിത്ത് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. വ്യത്യസ്തമായ ഒരാത്മാവുള്ള, വ്യത്യസ്തമായ ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു കാലേബ്. ആ ഒരു വിശേഷതയാണ് കാലേബിനെ ഉയർത്തിയത് എന്ന് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്നു വേറൊരു സ്വഭാവമുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിഫറൻറ്റ് സ്പിരിറ്റ്. മറ്റൊരു ആത്മാവ് തനിക്കുണ്ട്. മറ്റ് തൻ്റെ കൂടെയുള്ള പലർക്കും ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു കാലേബ്. നമ്മളെല്ലാം വർക്ക് ചെയ്യുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ചിലരെയെങ്കിലും കാണാറുണ്ട്, വ്യത്യസ്തമായ സ്വഭാവമുള്ള ചിലരെ കാണാറുണ്ട്. ചോദ്യം, നിങ്ങളിലുള്ള വ്യത്യസ്തമായ സ്വഭാവം എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവ ഗുണം, ഒരു ശ്രേഷ്ഠ ഗുണം നിങ്ങൾക്കുണ്ടോ? അതെന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിട്ട് തീരട്ടെ. ഇവിടെ പറയുന്നവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും, എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, ആ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും. അനുസരിക്കുന്ന ഒരാത്മാവ് കാലേബിനുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും കഴിയണമെന്നില്ല. കാലേബിന് കഴിഞ്ഞു. അത് അവൻ്റെ ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ് ആയിരുന്നു. അനുസരിക്കാനുള്ള ഒരാത്മാവ് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലേബിനെ ഒരുക്കി. അതുകൊണ്ട് പറയുകയാണ്, അവൻ അനുസരിച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെ എത്തിച്ചു. എന്തായിരുന്നു മറ്റൊരു സ്വഭാവം എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തിട്ട് കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോവുകയാണ്. നാളുകൾക്ക് മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി ജനത്തെ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ആ ഉറ്റുനോക്കാൻ പോയ കൂട്ടത്തിൽ ഈ കാലേബും യെഫുന്നയുടെ മകനായ കാലേബിനെ കുറിച്ച് പറയുന്നുണ്ട്. നൂൻ്റെ മകനായ യോശുവ, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. യോശുവയെ സംബന്ധിച്ച് വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, കാലേബ് ഒരു അല്പം പ്രായമുള്ള ആളാണ്. എന്നാൽ ഇവരെല്ലാം കൂടെ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഈ കൂട്ടത്തിലുള്ള 10 പേരും പറഞ്ഞൊരു അഭിപ്രായം പറയുന്നത് അത് 13-ാം അധ്യായത്തിൽ സംഖ്യാപുസ്തകം 13-ന്റെ 28-ാമത്തെ വാക്യത്തിൽ 27 തൊട്ട് പറയുന്നു. അവർ അവരോട് വിവരിച്ചു പറഞ്ഞെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പമുള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. എന്നിട്ട് തൊട്ട് താഴേക്ക് വന്നിട്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അവതരിപ്പിക്കുക. ഇവരെ വലിയ പ്രതീക്ഷയോടാണ് കടന്നു പോയതെങ്കിലും ഇവർ പ്രശ്നങ്ങളെ മാത്രം കണ്ടിട്ടാണ് മടങ്ങി വന്നത്. പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളെ മാത്രം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ പ്രതിസന്ധിയും പ്രശ്നങ്ങളും മാത്രമേ കാണത്തുള്ളൂ, തടസ്സങ്ങളെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നത്, മടിയൻ പറയുന്നു വഴിയിൽ സിംഹിയുണ്ട്. തനിക്ക് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് മറ്റൊരു ഉപായം പറയുകയാണ്, വഴിയിൽ സിംഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല. അങ്ങനെ അലസമായി മടി പറയുന്ന, പിന്മാറാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവഴിവുകൾ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ 10 പേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് ഒരു കാരണവശാലും അവിടേക്ക് ചെല്ലാൻ കഴിയത്തില്ല. കാരണം ദേശം കൊള്ളാം, ജനം ബലവാന്മാരാണ്, അനാക്യമല്ലന്മാരുണ്ട്. എന്നും ഇസ്രായേൽ ജനത്തിന് ഭീതിയുള്ള അനാക്യമല്ലന്മാരെ കണ്ടവർ ഭയന്ന് തിരിച്ചു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്തിനെയാണ് സാധാരണ കാണുന്നത്? പ്രശ്നങ്ങളെയാണോ പരിഹാരങ്ങളെയാണോ? ചില ആളുകൾ പ്രശ്നത്തെ മാത്രമേ കാണത്തുള്ളൂ. പ്രശ്നത്തെ മാത്രം കാണുന്നവർക്ക് ഒരിക്കലും പരിഹാരം കാണാൻ കഴിയത്തില്ല. ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം, ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. കരമുയർത്തി കർത്താവിന് നന്ദി പറയാം. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. പരിഹാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, പരിഹാരത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചില ആളുകൾ ഇതിനൊന്നും മുതിരാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളുണ്ട്. ചിലർ പറയും എല്ലാം തീർന്നെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അല്പം ഒന്ന് ക്ഷമിക്കാൻ, അല്പം ഒന്ന് കാത്തിരിക്കാൻ, ദൈവമുഖത്തേക്കൊന്ന് നോക്കാൻ, ദൈവം എന്താണ് ഇതിനപ്പുറത്തേക്കുള്ള വഴി എനിക്ക് ഒരുക്കുന്നതെന്നൊന്ന് കാത്തിരിക്കാൻ കഴിഞ്ഞാൽ നടക്കും. പക്ഷെ ഇവിടെ ചിലരെങ്ങനെയാണെന്നറിയാമോ? സാധിക്കത്തില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന ആളുകൾ. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു ചെറിയ കഥ ഇപ്രകാരമുണ്ട്. ഒരു ഷൂ കമ്പനി 2 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരാളെ മറ്റൊരു രാജ്യത്തേക്ക് വിടുകയാണ്. രാജ്യത്തേക്ക് വിടുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ രാജ്യത്ത് ഇവർക്ക് എങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കും, ഷൂ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് വിട്ടത്. ആദ്യത്തെ ആൾ കടന്നു ചെന്ന് ആ ദേശത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ തനിക്കൊരു കാര്യം മനസ്സിലായി,
പരിപാടി പൂട്ടി, നടക്കത്തില്ല. കാരണം ആ ദേശത്തുള്ള ആരും തന്നെ ഷൂ പോയിട്ട് ചെരുപ്പ് പോലും ഇടാത്ത ആളുകളാണ്. അദ്ദേഹം തിരിച്ചു വന്ന് കമ്പനിയുടെ മാനേജറോട് പറഞ്ഞു, സാറേ ഒരു കാരണവശാലും നടക്കത്തില്ല. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഷൂ അല്ല, ചെരുപ്പ് പോലും ഇല്ല. പിന്നെ എങ്ങനെ നമ്മളിതുകൊണ്ട് വിറ്റഴിക്കുന്നത്? യാതൊരു പ്രതീക്ഷയുമില്ലെന്നും പറഞ്ഞ് അദ്ദേഹം മുട്ടുമടക്കിയപ്പം കമ്പനി രണ്ടാമതൊരാളെ വിട്ടു. രണ്ടാമത്തെ ആളും പോയി ഇത് തന്നെയാണ് കണ്ടത്, ചെരുപ്പില്ലാത്ത, ഷൂ ഇല്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ. അദ്ദേഹം തിരിച്ചു വന്ന് കമ്പനി മാനേജർ പറഞ്ഞു, സാറേ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ ചെരുപ്പും ഷൂവും ഇടാത്തവരെ എല്ലാവരും തന്നെ. അവരെ നമ്മൾ ട്രെയിൻ ചെയ്താൽ നമ്മുടെ കമ്പനി വിജയിക്കും. കമ്പനിയുടെ മാനേജർ പറഞ്ഞു, റെഡി. ഈ രണ്ടാമത് പോയ ആളിൻ്റെ കൂടെ കമ്പനി ചേർന്ന് നിന്നു. അവരുടെ മാർക്കറ്റിംഗ് ഏറ്റവും വിജയകരമായി. 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് ആളുകൾ ഷൂ ഉപയോഗിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നിങ്ങൾ പ്രശ്നത്തെ കാണുന്നത്? സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമുക്ക് പിന്മാറാൻ കഴിയും. എന്നാൽ അതിനപ്പുറത്ത് സാധ്യതയില്ലെന്ന് പറയുമ്പോഴും അവിടെ ഒരു സാധ്യത കാണാൻ കഴിയുന്ന ഒരു സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾക്കും ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ് ഉണ്ട്, നിങ്ങൾക്കും ഒരു വ്യത്യസ്തമായിട്ട് ആത്മാവുണ്ട്. കാലേബിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ചിലത് കാണാൻ കാലേബിന് കഴിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയുമോ? ഇന്ന് വഴിയെല്ലാം അടഞ്ഞിരിക്കുക, പ്രതീക്ഷകളില്ല, മൊത്തം പ്രശ്നമാണ്, മൊത്തം ബുദ്ധിമുട്ടാണ്, ജോലി നഷ്ടപ്പെട്ടു, രോഗിയാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലും ഇതിനപ്പുറത്തേക്ക് വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ, നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കാലേബിൻ്റെ വ്യത്യസ്തമായ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരാത്മാവ് നിങ്ങളിലും ഒന്ന് വ്യാപരിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്തമായ സ്പിരിറ്റ്. ഹല്ലേലൂയ. അസാധ്യമെന്ന് ലോകം മൊത്തം പറയുമ്പം ഇല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു കാലേബായി ദൈവം നിങ്ങളെ മാറ്റുമെന്നുള്ള ആലോചന നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയുള്ളവരാ ദൈവം നോക്കുന്നത്. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞപ്പം കാലേബ് പറയുന്നു, എൻ്റെ കർത്താവിന് സാധ്യമാണ്. അതാണ് 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ ഈ ജനമെല്ലാം അസാധ്യമെന്ന് പറഞ്ഞപ്പം, ജനമെല്ലാം നിരാശപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞപ്പം, ഈ കാലേബ് എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാമോ? ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി. 7-ാം വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചുറ്റു നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. നോക്കി, അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് 10 പേര് പിന്മാറിയപ്പം, 10 പേരെന്ന് പറയുമ്പം 10 ഗോത്രങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നവരാ, 10,000 കണക്കിന് ആളുകൾ അവരുടെ കീഴിലുള്ളത്. എന്നാൽ ഈ 2 പേരും മാത്രം പറയുക, വിശ്വാസത്തിൻ്റെ ഒരു വാക്ക്, ദൈവം അത് വാഗ്ദത്തം ചെയ്തതാണെന്ന് ഉറപ്പോടെ അവർ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ അത് നമ്മുടെ കയ്യിൽ തരിക തന്നെ ചെയ്യും. വിശ്വസിക്ക്, ദൈവപ്രവൃത്തി ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത്, ആ സഞ്ചരിച്ച ദേശം നല്ലതാണ്. ഇവർക്ക് ദൈവത്തിലുള്ള ഒരു ആശ്രയം, അതും മറ്റൊരാത്മാവാ. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതും മറ്റൊരാത്മാവാ. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് അത് നമുക്ക് തരും. നമ്മിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്കിത് തരും. എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ മിടുക്കുകൊണ്ടുമല്ല, ദ ഗാഡ് ഹൂ ഈസ് പ്ലീസ്ഡ് ഇൻ അവർ ലൈഫ്. നമ്മളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം, ആ ദൈവം നമുക്കിത് നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഉറപ്പും എവിടെയാ? നിങ്ങൾ പണത്തിലോ നിങ്ങളുടെ കഴിവിലോ ആശ്രയിക്കുന്നുണ്ടോ? ഇവിടെ കാലേബ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾക്കിത് അവകാശമായി തരുമെന്ന്. ഇന്ന് അത് വിശ്വസിക്കണം. ദൈവം നിങ്ങൾക്ക് അവകാശമായി തരും. നഷ്ടപ്പെട്ട ചിലത് ദൈവം നിങ്ങൾക്ക് നൽകി തരും. എല്ലാം അസാധ്യമെന്ന് ലോകം പറഞ്ഞു, ഡോക്ടർമാർ വിധി എഴുതി നടക്കത്തില്ലെന്ന്, ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്നു, ഇല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ അവനിലാണ് വിശ്വസിക്കുന്നത്, അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. ഹല്ലേലൂയ. ആ ഒരാത്മാവ് പറഞ്ഞ ഡിഫറൻറ്റ് സ്പിരിറ്റ് ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളിലേക്ക് അങ്ങനെ വ്യത്യസ്തമായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാത്മാവ് ഒന്ന് വ്യാപരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പിന്മാറിപ്പോകത്തില്ല. 2 ദിവസം വിശ്വാസിയ, 4 ദിവസം അവിശ്വാസിയ അല്ല, വിശ്വാസിയായി തുടരാൻ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ബലം പകരട്ടെ. അപ്പം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. അസാധ്യമെന്ന് ലോകം മൊത്തം പറയുമ്പോൾ സാധിക്കുമെന്ന് ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. പരാജയം ലോകം മൊത്തം വിളിച്ചു പറയുമ്പോൾ ഇല്ല, ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരാത്മാവിനെ ദൈവം നിങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുതന്നെയാണ് ഇതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അത് നമ്മൾ വായിച്ചു നിർത്തി, ദൈവത്തിലൊന്ന് ആഴത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ഉറപ്പുണ്ടാകുന്ന ഒരു വിശ്വാസം. അതിൻ്റെ 9-ാമത്തെ വാക്യം, ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു ഭക്തനായി കാലേബ് മാറുകയാണ്. അതിൻ്റെ 9-ാം വാക്യം പറയുന്നു, നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട്. എല്ലാ സമയത്തും നിങ്ങൾ തിരിച്ചറിയണം,
ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. നിങ്ങൾ എവിടെ പോയാലും ദൈവ സാന്നിധ്യമുണ്ട്. അത് തകർക്കാൻ, അത് നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്താണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലെ അസാധ്യങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് വഴി തുറന്നില്ലേ? ഇതിനപ്പുറത്തേക്ക് നടത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്തമായ സ്പിരിറ്റ്, ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ്. ഹല്ലേലൂയ. വ്യത്യസ്തമായ ഒരു സ്പിരിറ്റ് ദൈവാത്മാവ് നിങ്ങളിൽ പകരട്ടെ. പിന്മാറിപ്പോകാത്തൊരു ആത്മാവ് നിങ്ങളിലേക്ക് ദൈവം പകരട്ടെ. അനുസരിക്കാൻ കഴിയുന്ന, ദൈവത്തെ 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരാത്മാവ് ദൈവം നിങ്ങളിലേക്ക് തരട്ടെ. എന്നിട്ട് ഇതിന് അടുത്ത ഭാഗം പറയുകയാണ്. അതിൻ്റെ 24 വാക്യമാണ്. ആ കാലേബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ പൂർണ്ണമായി എന്നെ അനുസരിച്ചത് കൊണ്ട് പരിപൂർണമായ ദൈവസന്നിധിയിൽ ഹോൾ ഹാർട്ടലി സെർവ് ദ ലോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായി അനുസരിച്ചെന്നുള്ളതിനേക്കാൾ ഉപരി പൂർണ്ണമായി ദൈവത്തെ സേവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇതാ തൻ്റെ വ്യത്യസ്തത. ഇന്ന് എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവാത്മാവ് നിങ്ങളിലേക്ക് ആ വ്യത്യസ്തമായ സ്പിരിറ്റ് എന്ന് പകരട്ടെ. പല ആളുകളും നിരാശപ്പെട്ടവരാ, പലരും പരാജയപ്പെട്ടതാ, പലത് ചെയ്തിട്ട് തോറ്റുപോയവരാ, ഒറ്റപ്പെട്ടു പോയവരാ. എന്നാൽ ഇന്ന് ദൈവാത്മാവ് കാലേബിന് കൊടുത്തതുപോലെ വ്യത്യസ്തമായ ഒരു ആത്മാവിനെ നിങ്ങളിലേക്ക് പകരട്ടെ. പിന്മാറിപ്പോകുന്നില്ല, ധൈര്യത്തോട് പറയുന്നു, ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളത് പിടിച്ചടക്കും. പല ആളുകളും അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന വാക്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കാണോ? നിങ്ങളുടെ പ്രാർത്ഥന അവിശ്വാസം നിറഞ്ഞതാണോ? നിങ്ങളുടെ പ്രാർത്ഥന ഭയം നിറഞ്ഞതാണോ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഒന്ന് വർദ്ധിച്ചിട്ട് പറയണം, നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കൂടെയുണ്ട്. പല സമയങ്ങളിലും ഇസ്രായേൽ മക്കളുടെ യാത്രയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിരാശപ്പെടുത്തുന്ന പരാജയത്തിൻ്റെ വാക്കുകൾ, അസാധ്യങ്ങളുടെ വാക്കുകളൊക്കെ പറയുമ്പോഴും ജനത്തെ അടക്കുന്ന മോശയെ കാണാൻ കഴിയുന്നുണ്ട്. ജനത്തിനു വേണ്ടി സംസാരിക്കുന്ന മോശയെ കാണാൻ കഴിയുന്നുണ്ട്. പിറുപിറുക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചില ജനത്തെ കാണാൻ കഴിയുന്നുണ്ട്. ചോദ്യം, നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നവരാ? അവിശ്വാസവും തെറ്റിദ്ധാരണയും പറഞ്ഞ് പ്രചരിപ്പിക്കുമോ? തെറ്റിദ്ധാരണകളും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ അവിഖ്യാതികൾ പറയും. തെറ്റുകൾ, മറ്റുള്ളവരുടെ തെറ്റുകളെ ഉയർത്തി കാണിക്കുന്ന ആളുകളുണ്ട്. പരാജയങ്ങൾ എടുത്തു കാണിക്കുന്നവരുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത ആത്മാവാണ്. തളർന്നിരിക്കുന്നവരെ താങ്ങാനുള്ളൊരു ആത്മാവ്, കുഴഞ്ഞ മുഴങ്കാലുകളെ ഒന്ന് നൂർത്തു നിർത്താനുള്ള ആത്മാവ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയണം, ദൈവം എനിക്ക് ഒരു വ്യത്യസ്ത ആത്മാവിനെ തന്നിരിക്കുക. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞോട്ട്, പക്ഷെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് കരമൊന്നുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. കടഭാരവും പ്രതിസന്ധിയുമാണ്, അതിൻ്റെ മധ്യത്തിലും ദൈവപ്രവൃത്തി ഇറങ്ങി വരുമെന്ന് ഒന്ന് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. മരണം മാത്രമേ മുന്നിലുള്ളൂ, ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളെന്ന് പറയുമ്പോഴും ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പം പറയുന്നു, ഇല്ല, ഇതിൻ്റെ മധ്യത്തിലും ദൈവം നിങ്ങൾക്കൊരു വഴി ഒരുക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ വഴികളും അടഞ്ഞു, അസാധ്യമെന്ന് ലോകം മൊത്തം വിധി എഴുതിയപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളിലേക്ക് ദൈവാത്മാവ് ഒരു വ്യത്യസ്ത ആത്മാവിനെ പകരട്ടെ. പരാജയപ്പെടാത്ത, അല്ലെങ്കിൽ പരാജയത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാത്തൊരാത്മാവ്, പിന്മാറിപ്പോകാത്തൊരാത്മാവ്, പൂർണ്ണമായി അനുസരിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെ ദൈവം നിങ്ങളിലേക്ക് പകരട്ടെ. അതാണ് നിങ്ങളെ മുൻപിലേക്ക് നയിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞെങ്കിൽ ദൈവാത്മാവ് നിങ്ങളിലേക്ക് ആ വിശ്വാസത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഒന്ന് പകരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എത്ര പേരുണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുള്ളവർ? എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ റെഡി ആയിട്ടുള്ളവർ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. എനിക്കറിയത്തില്ല നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കറിയാം, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യത്യസ്ത സ്പിരിറ്റിനെ ദൈവാത്മാവ് നിങ്ങൾക്ക് തരികയാണ്. പരാജയപ്പെട്ടു പോകാതെ പിന്മാറാത്ത ഒരു സ്പിരിറ്റ്. ഒരിക്കലും പിന്മാറുന്നില്ല, വിശ്വാസത്തിന് പിന്മാറിപ്പോകുന്നില്ല. വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല. ഇതിൻ്റെ മധ്യത്തിലും ദൈവമുഖം അന്വേഷിക്കാൻ, ദൈവമുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന ദൈവജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ ഉള്ളിൽ പരാജയത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ, നിരാശയുടെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ, ഒരു വ്യത്യസ്തമായ ആത്മാവിനെ ദൈവം നിങ്ങളിലേക്ക് തരും. എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. തോറ്റുകൊടുക്കാത്ത ഒരു വ്യത്യസ്ത ആത്മാവ്, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പുറത്തു വരാത്ത ഒരു വ്യത്യസ്ത ആത്മാവ്, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്ത ആത്മാവ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മേലധികാരികൾ, ദൈവദാസന്മാരെ അനുസരിക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്ത ആത്മാവ് ദൈവം പകരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പലരും പരാജയപ്പെട്ടവരാ, പലരും തോറ്റുപോയവരാ. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കാലേബിന് കർത്താവ് കൊടുത്തതുപോലെ വ്യത്യസ്തമായ ഒരു ആത്മാവിനെ ഈ ജനത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണമേ. ഈ കുടുംബങ്ങൾക്ക് പകരണമേ. ഇവരുടെ വാക്കുകൾ കൃപയോടുകൂടിയ വാക്കുകളായിരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കുകളായി തീരട്ടെ, ദൈവകൃപയുടെ വാക്കുകളായി തീരട്ടെ. ഇന്ന് പകൽ ഈ ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കാലേബിനെ പോലെ
പിന്മാറാതെ ജനമെല്ലാം അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ കൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി ഇറങ്ങുക തന്നെ ചെയ്യട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ, പരാജയങ്ങൾ ഓടി അകലട്ടെ, തോൽവികൾ പരാജയങ്ങളുടെ മധ്യത്തിലും നിരാശയുടെ മധ്യത്തിലും മുൻപിലേക്ക് ഓടാൻ കുതിക്കാനുള്ള ബലം ദൈവാത്മാവ് പകരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളവരെ ഏൽപ്പിക്കുന്നു. രോഗസൗഖ്യവും വിടുതലും കർത്താവ് നൽകിയല്ലോ. അടഞ്ഞ വാതിലുകൾ ദൈവം തുറന്നല്ലോ. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഒരുമിച്ച് ചേർന്ന് ഈ ഗാനത്തിന്റെ വരികൾ നമുക്ക് പാടി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ഈ വചനങ്ങളെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ വരികൾ ചേർന്നൊന്ന് പാടാം. ഹല്ലേലൂയ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. இந்த நேரத்திலும் கூட நாம் சில விஷயங்களுக்காக ஜெபிக்க போகிறோம். முதலாவதாக எக்ஸாம்ஸ் முடித்து வெக்கேஷனல் பிரவேசித்திருக்கிற பிள்ளைகளுக்காக நாம் ஜெபிக்க போகிறோம். வேதாகமத்தில் எபேசியர் 5வது அதிகாரம் 16வது வசனத்தில் இப்படி காணப்படுகிறது: நாட்கள் பொல்லாதவைகளானதால் காலத்தை பிரயோஜனப்படுத்திக் கொள்ளுங்கள் என்று காணப்படுகிறது. இந்த வசனத்திற்கேற்ப நம்முடைய பிள்ளைகள் வருகின்ற நாட்களில் அவர்களுக்கென்று காணப்படுகிற இந்த வெக்கேஷன் நாட்களை அவர்கள் மிகவும் பிரயோஜனமாக பயன்படுத்தி கொள்ள நாம் ஒருமித்து ஜெபிக்கலாம். இந்த நாட்களிலும் கூட மொபைல் ஃபோனுக்கும் இன்னும் ட்ரக்ஸுக்கும் இன்னும் அநேகமான விஷயங்களுக்கு அடிக்ட் ஆக வேண்டிய அநேக சூழ்நிலைகள் அவர்களுக்கு ஏற்படலாம். ஆனால் நாம் ஒருமித்து ஜெபிக்கும் போது எந்த ஒரு தீய பழக்கங்களிலும் அவர்கள் அடிமைப்படாமல் தேவனுக்கென்று அவர்களுடைய நாட்களை பிரயோஜனப்படுத்திக் கொள்வதற்காக நாம் ஜெபிக்கலாம். இன்னும் எக்ஸாம்ஸ் முடிந்து நல்ல ஒரு வெற்றிக்காக காத்திருக்கிற பிள்ளைகள் உண்டு. தேவன் அவர்களுக்கு நல்ல ரிசல்ட்ஸை கட்டளையிடவும் அவர்கள் நினைப்பதற்கும் வேண்டுவதற்கும் அதிகமாய் தேவன் அவர்களை ஆசீர்வதிக்கவும் நாம் ஒருமித்து ஜெபிக்கலாம். இன்னும் வேலை வாய்ப்புக்காக காத்திருக்கிற பிள்ளைகள் உண்டு. அவர்களுக்கும் தேவன் நல்ல வேலைகளை கட்டளையிட்டு தேவன் அவர்களை ஆசீர்வதிக்க நாம் ஜெபிக்கலாம். இன்னும் பெற்றோர்களுக்கு பிள்ளைகளை வளர்த்த வேண்டிய நல்ல ஞானத்தையும் புத்தியையும் தேவன் கட்டளையிட்டு தேவனுடைய வழியிலே தாமே பிள்ளைகளை வளர்த்த வேண்டிய விசேஷித்த ஞானத்தை தேவன் கட்டளையிட நாம் ஒருமித்து கண்களை மூடி ஜெபிக்கலாம். ஆமென். ஹல்லேலூயா, ஹல்லேலூயா. எங்கள் அன்பின் பரலோக பிதாவே, இந்த அருமையான வேலைக்காக நன்றி செலுத்துகிறோம் இயேசுவே. இந்த நாட்களும் கூட உம்முடைய பாதத்தில் அமர்ந்திருந்து சில விஷயங்களுக்காக ஜெபிக்கிறோம் இயேசுவே.
அப்பா உமது பிள்ளைகளுக்காக ஜெபிக்கிறேன் இயேசுவே. நாட்களிலும் கூட வேதாகமத்தில் இப்படி காணப்படுகிறது, நாட்கள் பொல்லாதவைகள் ஆனதால் காலத்தை பிரயோஜனப்படுத்திக் கொள்ளுங்கள் என்று காணப்படுகிறது ஏசப்பா. அப்பா இந்த வசனத்திற்கு ஏற்ப பிள்ளைகள் தங்களுக்கென்று இந்த நாட்கள் கிடைத்திருக்கிற இந்த நாட்களை அவர்கள் பிரயோஜனப்படுத்திக் கொள்ளவும், எந்தொரு தீமை பழக்கங்களுக்கும் அவர்கள் அடிமைப்படாமல் கர்த்தருக்கென்று அவர்கள் தங்களுடைய நாட்களை பிரயோஜனப்படுத்திக் கொள்ள என் தேவன் நீர் கிருபை செய்ய வேண்டும் என்று ஜெபிக்கிறோம் இயேசுவே. சத்துருவின் கிரியைகளிலோ எந்த ஒரு தீய பழக்கங்கள் அவர்கள் அடிமைப்படாமல் என் தேவன் நீர் அவர்களை கண்மணி போல பாதுகாத்து கொள்ள வேண்டும் என்று ஜெபிக்கிறேன் இயேசுவே. பிள்ளைகளுக்கு படிப்பதற்கு வேண்டிய நல்ல ஞானத்தையும் புத்தியும் என் தேவன் நீர் கட்டளையிட்டீர். நல்ல எக்ஸாம்ஸ் எழுத வேண்டிய கிருபையும் நல்ல சுகத்தையும் என் தேவன் நீர் கட்டளையிட்டீர். அப்பா இந்த நாட்களிலும் கூட நல்ல ஒரு வெற்றியை கண்டு அவர்கள் சந்தோஷிக்க என் தேவன் நீர் கிருபை செய்ய வேண்டும் என்று ஜெபிக்கிறோம் இயேசுவே. உம்முடைய பாதத்தில் அவர்கள் இயேசுவே ஜீவனுள்ள சாட்சியாய் நிற்க வேண்டிய கிருபை செய்ய வேண்டும் என்று ஜெபிக்கிறேன் அப்பா. இயேசுவே நல்ல வேலைகளுக்காக காத்து கொண்டிருக்கிற பிள்ளைகள் உண்டு. என் தேவன் நீர் அவர்களுக்கு நல்ல வேலை வாய்ப்புகளை கட்டளையிட்டு ஆசீர்வதிக்க வேண்டும் என்று ஜெபிக்கிறேன் ஏசப்பா. இந்த நேரத்திலும் கூட ஒரு முறை கூட ஒவ்வொரு பெற்றோர்களுக்காகவும் ஜெபிக்கிறேன். பிள்ளைகளை வளர்த்த வேண்டும் நல்ல ஞானத்தையும் புத்தியையும் என் தேவன் நீர் கட்டளையிடுங்க. ஒவ்வொரு நாளும் உமது கரம் தாமே கூடியிருக்க வேண்டும் என்று ஜெபிக்கிறேன் அப்பா. நேரத்திலும் கூட நாங்கள் ஒருமித்து ஜெபிக்கும் போது ஒவ்வொரு பிள்ளைகளையும் என் தேவன் நீர் ஆசீர்வதிக்க வேண்டும் என்று ஜெபிக்கிறேன் இயேசு. விசேஷித்த ஞானத்தையும் புத்தி என் தேவன் நீர் கட்டளையிடுங்க. ஜீவிக்கிற நாளெல்லாம் உமக்கு பிரியமான பிள்ளைகளாய் ஜீவிக்க வேண்டிய கிருபை என் தேவன் நீர் செய்ய வேண்டும் என்று ஜெபிக்கிறேன் அப்பா. ஜெபத்தை கேட்டதற்காக நன்றி. சகலவும் கையிலே தருகிறேன். மீட்பர் இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறேன் ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയേറെ ഞങ്ങളെ അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചുവല്ലോ. വീണ്ടും നമുക്കൊരുമിച്ച് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.